ചെറിയച്ഛന് സ്വാതി ഓർമ്മയില്ലേ? എന്നോടൊപ്പം പഠിച്ച കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്നു. ഓ, മനസ്സിലായി മനസ്സിലായി. പ്രൊഫസർ മുരളി സാറിന്റെ മോള്. അത് തന്നെ. നമ്മുടെ പാർട്ടിയുടെ വനിതാ പ്രവർത്തകയായിരുന്നു. ആ, ഞാൻ മുരളി സാറിനെ അറിയും. അച്ഛന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ? പ്രത്യേകിച്ചൊന്നുമില്ല, അച്ഛൻ വരും. നമുക്ക് മാത്രം ഇവിടെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നമ്മളെ ഈ പാർട്ടിന്ന് പുറത്താക്കിയോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ അമ്മേ. ഒന്നും പറ്റിയില്ലെങ്കിൽ ദേ ആ നിൽക്കുന്ന വാഴ ചെറിയ മാവനെ പിടിച്ച് 2 ഇടിയെങ്കിലും കൊടുക്കാം. ആ, ഇനി അവനെ ഇടിച്ചിട്ട് വേണം അടുത്ത ഭൂകമ്പം ഉണ്ടാവാൻ. പതുക്കെ. ഒന്നാമതേ, ഈ ഇടയായി പ്രതാപന്റെ വലം കയ്യാ ശേഖരൻ. ഏത് നേരവും പ്രതാപന്റെ ചെവിയും കടിച്ചു പിടിച്ചുകൊണ്ടാ ഇവനിരിക്കുന്നെ. എന്താണ് അവിടെ അമ്മയും മകനും കൂടി കമന്റ്? ചില നായകള് മുറുമുറുക്കുന്ന പോലെ മുറുമുറുത്തോണ്ട് നടക്കുക. ഏട്ടൻ ഈ പരിസരത്തേക്ക് അടുപ്പിക്കുന്നില്ല. അതിന്റെ വൈരാഗ്യത്തിൽ കുരച്ചോണ്ട് നടക്കുക. ആ ചിരിയെ നമ്മളെ കളിയാക്കുന്നതാ. ചിരിക്കട്ടെ. സാറ് സർ, പാർട്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞു അല്ലേ? ഇനി ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ്. നിങ്ങൾ എല്ലാവരും വളരെ സീനിയറായ നേതാക്കളാണെങ്കിലും ഇപ്പൊ ഈ പാർട്ടി ഭിന്നിപ്പിന് ശേഷം ഒരു പുതിയ ചുവടുവയ്പിലാണല്ലോ. എന്താണ് നിങ്ങളുടെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അതുപോലെ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നൽകാൻ പോകുന്ന കാര്യങ്ങളും? ഒന്നാമതായി ഇംപ്രൂവിംഗ് ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് ബഹുജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക. അതാണ് മുഖ്യ ലക്ഷ്യം. രണ്ടാമതായി സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി, അതായത് സമത്വവും നീതിയും ഉറപ്പാക്കുക. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വനിതാ നേതാവാണ് ഋതിക വർമ്മ. ഋതിക വർമ്മ ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കും. അടുത്തത് കറപ്ഷൻ ഫ്രീ ഗവേണൻസ്, അഴിമതിയില്ലാത്ത ഒരു ഭരണം. പിന്നെ യൂത്ത് ഇംപ്രൂവ്മെന്റ്, യുവാക്കൾക്ക് അവസരങ്ങൾ. അടുത്തത് വെരി ഇമ്പോർട്ടന്റ് ആയ കാര്യം, വിമൻ സേഫ്റ്റി ആൻഡ് എംപവർമെന്റ്, സ്ത്രീ സുരക്ഷയും സ്ത്രീ സ്വാതന്ത്ര്യവും. പിന്നെ അനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. പുതിയ പുതിയ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരും. നിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കും. സൗജന്യമായോ കുറഞ്ഞ ചെലവിലോ ചികിത്സാ പദ്ധതി ഉറപ്പാക്കും. നല്ല റോഡുകൾ, ഇലക്ട്രിസിറ്റി എന്നിവ കൂടാതെ കർഷകർക്ക് സഹായവും പെൻഷൻ, ദരിദ്രർക്കുള്ള പദ്ധതികൾ. സ്വാതിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് തുറന്നു പറഞ്ഞുകൂടാ? ഇത് നമ്മുടെ പാർട്ടിയല്ലേ സ്വാതി, ഇതൊക്കെ പറയാൻ എന്തിനു മടിക്കണം? ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഞങ്ങള് ശക്തരായ കാൻഡിഡേറ്റ്സിന് തപ്പുക. ഞാനത് തുറന്നു പറയാതിരുന്നത് എനിക്കതിന് കഴിവുണ്ടോന്ന് സംശയമുള്ളോണ്ടാ. ആഗ്രഹം മാത്രം പോരല്ലോ, കഴിവും കൂടി ഉണ്ടാവണമല്ലോ. നിനക്ക് അതിനുള്ള കഴിവുണ്ട്, നിനക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് നീ മത്സരിക്കും. സ്വാതി കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്ന ആളല്ലേ? കോളേജിലൊരു പുലിയായിരുന്നു ഋതു എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവരെല്ലാം കൂടി പറയുന്നതാ. പിന്നെ ഈ പാർട്ടിയുടെ മാസ്റ്റർ ബ്രെയിൻ അല്ലേ? അച്ഛന് സ്വാതി അറിയാമോ? കണ്ടിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയുടെ ഒരു അനുഭാവിയ. കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്നു.
ഉം. ആ. പ്രൊഫസർ മുരളി സാറിന്റെ മകളാണ്. ഓ അറിയാം, ഇപ്പൊ മനസ്സിലായി. ആ അപ്പൊ എളുപ്പമായി. ഞാൻ പറയാൻ വന്നത്, ഈ ഇലക്ഷനില് എനിക്കൊരു സീറ്റ് തരാന്ന് പറഞ്ഞിട്ടില്ലേ? ആ സീറ്റ് ഈ സ്വാതിക്ക് കൊടുക്കണം, അതല്ലേ പറയാൻ വന്നത്? ആ അതെ. സ്വാതി കെട്ടിയിറക്കുന്ന ഒരു സ്ഥാനാർത്ഥിയൊന്നുമല്ല, കഴിവുള്ളവള് തന്നെയാ. ഉം. ഇതുവരെയുള്ള കാലയളവില് ഇവളത് തെളിയിച്ചിട്ടുണ്ട്. ഉം. അമ്മായിയെ മന്ത്രിയാക്കിയത് മുതല് പ്രതാപവർമ്മയ്ക്ക് ഭരണത്തില് കുടുംബവാഴ്ച എന്നൊരു ദുഷ്പേരുണ്ട്. കഴിവും അനുഭവ പരിചയവും ഇല്ലാത്തവർക്ക് പാർട്ടി സ്ഥാനമാനങ്ങൾ കൊടുത്തതുകൊണ്ടാണല്ലോ ഒരു കറപ്ഷനും ഇല്ലാതിരുന്ന അച്ഛൻ ഇപ്പൊ രാഷ്ട്രീയ വിമർശനം നേരിടുന്നത്. മോള് പറഞ്ഞ കാര്യം 100% ശരിയാ. അതുകൊണ്ട് ഈ ഇലക്ഷനെ അത് ബാധിക്കരുത്. ഈ കുടുംബത്തിൽ നിന്ന് അച്ഛനല്ലാതെ മറ്റാരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല. പ്രവർത്തിക്കാൻ കഴിവുള്ള പൊതുജന സേവനം മാത്രം ആഗ്രഹിക്കുന്ന പുതിയ തലമുറയ്ക്ക് ഏറെ സീറ്റുകൾ നൽകണം. അതുവഴി സ്വാതിക്കും ഒരു സീറ്റ് നൽകണം. ആ സ്വാതിക്ക് ഒരു സീറ്റ് നൽകുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുന്നതാണ്. സീറ്റ് കിട്ടിയെന്ന് തന്നെ സ്വാതി ഉറപ്പിച്ചോളൂ. മണ്ഡലം ഏതാണെന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. സ്വാതിക്ക് ഒരു സീറ്റ് കൊടുത്തെന്ന് വെച്ച് സീറ്റ് തീരത്തൊന്നുമില്ലല്ലോ. ഋതുമോളുടെ കസേര ഇപ്പോഴും ഒഴിഞ്ഞു തന്നെ നടക്കുകയാണ് കേട്ടോ.